നാളെ ബലിപെരുന്നാളാണ്. ഇലക്ഷൻ പ്രചാരണത്തിനിടെയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പെരുന്നാൾ ആഘോഷം. ആര്യാടൻ ഷൗക്കത്തും കുടുംബവും 24-നൊപ്പം ചേരുകയാണ്. പെരുന്നാൾ വിശേഷവും ഇലക്ഷൻ വിശേഷങ്ങളുമായി. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. അതിനിടയിൽ ഇതാ പെരുന്നാൾ കൂടി വന്നെത്തി. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബമാണ് 24-നൊപ്പം ചേരുന്നത്. ആദ്യം ഇതാ ആര്യാടൻ മുഹമ്മദിന്റെ പത്നി ഉൾപ്പെടെയുള്ളവരാണ് ഈ നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടു, ഒരുപാട് നേതാക്കൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീടാണ്. അന്നും ഇന്നും ഉള്ളൊരു വ്യത്യാസം എന്താ തോന്നണേ? അതേപോലെ തന്നെ ഒരേമാതിരി തന്നെയായിരുന്നു തിരക്കും ഇതൊക്കെ. എപ്പോഴും ആൾക്കാർ വന്നും പോയി നിൽക്കുക, അതൊക്കെ തന്നെ അല്ല. പിന്നിപ്പോൾ അന്ന് നിന്നെ ഒന്നൊന്ന് വരെപ്പം ഉണ്ടായിരുന്നു, അത് പിന്നെ കൂടുതലൊരു ഉഷാറായിരുന്നു. ഒരു വർത്താനവും അല്ലേ? ഇങ്ങനെ ഒരു പെരുന്നാൾ ഉണ്ടായിട്ടുണ്ടോ അതിനു മുന്നേ? ഇന്നും പെരുന്നാൾ അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബഹളവും ഇല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഒരു പെരുന്നാൾ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ടെൻഷനും ഉണ്ട്, ഒപ്പം തന്നെ സന്തോഷവും ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണോ? അല്ല, ചെറിയൊരു ടെൻഷൻ എന്ന് പറയാനൊന്നും ഇല്ല. കുഴപ്പമില്ല, സന്തോഷത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇപ്പോഴുള്ള ഒരു കാലത്തെ അന്നത്തെ പെരുന്നാള് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടോ? എങ്ങനെയാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെൻഷൻ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ടെൻഷൻ ഇല്ലാത്ത ആളാണ്. എന്ത് പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ സുഖമായിട്ട് എൻ്റെ ഉറക്കം എൻ്റെ ബാക്കി കാര്യങ്ങളും നടത്തി പോകുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് നടക്കട്ടെ. ഇവിടെ പിന്നെ എനിക്കിതിൽ പെരുന്നാൾ ഇടയ്ക്ക് വന്ന് വലിയ സന്തോഷമായിട്ടാണ് തോന്നി. കാരണം ഒരു ആശ്വാസം. നമ്മൾ ഭയങ്കര ഓട്ടത്തിനിടയ്ക്ക് 2 ദിവസം കുടുംബത്തിന് കൂടെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ നേരിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാട്ടുകാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ജീപ്പിലൂടെ മറ്റേ പ്രസംഗിച്ച് വോട്ട് ചോദിക്കുന്നതിനേക്കാളും പരമാവധി, കാരണം ഞാൻ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് ഞാൻ ആദ്യം മത്സരിച്ചത്. അവിടെയൊക്കെ നേരിട്ട് വോട്ട് ചോദിക്കലാണല്ലോ. അപ്പോൾ നേരിട്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഈ 2 ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഒന്ന് ഫ്രീ ആയി വാസ്തവത്തിൽ. എന്തൊക്കെയാ അപ്പൊ പെരുന്നാളായിട്ട് എന്തൊക്കെയാ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? പുള്ളി പറയുന്നത് ഇപ്പോൾ ഒരു ടെൻഷനൊന്നും അങ്ങനെ അല്ലാന്ന്. അങ്ങനെ തന്നെ ആയിരുന്നോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ? പൊതുവെ ടെൻഷൻ ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ നമുക്കും അല്ലാണ്ട് ടെൻഷൻ വരില്ല. അവർക്ക് ടെൻഷൻ വന്നാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കും. ഇങ്ങനെ വാർത്തകളൊക്കെ കാണുമ്പോ അപ്പോഴൊന്നും പുള്ളി കൂൾ തന്നെയാണോ? അതെ. ഈ പെരുന്നാക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് അങ്ങനെ എന്താണ്, അങ്ങനെ ഉണ്ടോ? നെയ്ച്ചോറും മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, അത് നാടൻ കോഴി ഉണ്ടെങ്കിൽ അത് പൊരിച്ചത്, അല്ലെങ്കിൽ സ്പ്രിംഗ് കോഴി പൊരിച്ചത്. സ്ഥിരം മെനു അതാണ്. ഇപ്പൊ പിന്നെ നമ്മള് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം ബിരിയാണി ആക്കിയാലോ ഒന്നുകൂടി ഈസി അല്ലേ വിചാരിച്ചിട്ട് അതിലേക്ക് പോകും. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ നെയ്ച്ചോറ് തന്നെയാണ്. ഉപ്പാനൊക്കെ കിട്ടുന്നുണ്ടോ? ഭയങ്കര തിരക്കില് ഓട്ടത്തിലാണ് പ്രചാരണം, അതിന്റെ ബഹളം എങ്ങനെയാ? സമയത്തൊക്കെ നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് സാധാരണ കാണലും സംസാരിക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ട്. ഇലക്ഷൻ്റെ അത് പ്രചരണം തുടങ്ങിയ സമയത്ത് കുറച്ച് തിരക്കിലാണ്. നമ്മുടെ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ എങ്ങനെയാ ചിന്തിക്കുന്നത്? ഇപ്രാവശ്യം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഇപ്രാവശ്യം ആഴ്ചയിൽ വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവർ വരേക്കും ഇപ്രാവശ്യം എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ 3 പേര് യൂത്ത്, അതുകൊണ്ട് എങ്ങനെയാണ് അവരുടെ ഒരു ചിന്ത? ഏത് രീതിയിലായിരിക്കും? അവരൊക്കെ എന്താണ് നമുക്ക് ആവശ്യം? ഇപ്പോഴത്തെ യൂത്ത് പറഞ്ഞാൽ പഴയ പോലെ അല്ലല്ലോ. പണ്ട് ന്യൂസ് TV കണ്ടാൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയം അറിയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ആർക്ക് ഫോണുണ്ടോ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാ ബേസിക് രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ബേസിക്കലി എല്ലാ നേതാക്കളെയും എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഇപ്പം കാണുന്നുണ്ട്. ഇതൊക്കെ ഉപ്പാനോട് പറഞ്ഞോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ആ പോയിന്റ് വേണ്ടിയിരുന്നില്ല, അവിടെ പോയിട്ട് ഇത് പറയരുത്, അങ്ങനെയൊക്കെ ഉപദേശമൊക്കെ കൊടുക്കാറുണ്ടോ? ഇവരോട് എസ്പെഷ്യലി അഭിപ്രായങ്ങൾ ഇത് മീഡിയ റിലേറ്റഡ് അഭിപ്രായങ്ങൾക്ക് ഇവരോട് കൂടുതലും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോ ഒബിയ പറയാറുണ്ടോ എന്തിനാ ഉപ്പാങ്ങൾ അത് പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചിലത് വരുമ്പോ ഉപദേശം കൊടുക്കുന്നില്ല. ഇല്ല, നമ്മുടെ ഉപദേശം അങ്ങനെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പം പപ്പക്ക് തോന്നുന്ന പോലെ ചെയ്യണത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പപ്പേനെ അങ്ങ് ഒഴിച്ചുവിടും അല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പെരുന്നാളായിട്ട് ഇപ്പൊ ഒരു മൈലാഞ്ചി ഇടല് അങ്ങനത്തെ ഒരു ആഘോഷങ്ങൾ എല്ലാ വർഷവും ഉള്ളതാണോ? അത് എങ്ങനെയാണ്? അപ്പോ എല്ലാ കൊല്ലം മൈലാഞ്ചി ഇടാൻ നോക്കലുണ്ട്. മൈലാഞ്ചി ഇട്ട് കിടക്കാൻ ലേറ്റായ പിറ്റേ ദിവസത്തെ ഈദ്ഗാഹും അടുക്കിപ്പം 2-3 ഈദ്ഗാഹ് ഇപ്പം അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി ഇപ്പം പഴയ മാങ്ങ ഡിസൈനും അതൊക്കെ തന്നെയാണ്.
പിന്നെ ഇപ്പം കുറച്ച് നമ്മൾ തന്നെ ഇടുന്നോണ്ട് വേറെ എന്തെങ്കിലും ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും നോക്കി ഇടാൻ നോക്കും മൈലാഞ്ചിക്ക്. അത് തന്നെ ഇപ്പൊ എല്ലാവരും ഇതാ ബൗട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോസ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പെരുന്നാളിന്റെ ഒരു റിലാക്സേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരക്കായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പൾസൊക്കെ തോന്നുന്നത്? ഒരു സ്വന്തക്കാരൻ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടോ? അതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്നെ വീട്ടിൽ എന്നെ ഫാദർ വിളിക്കുന്നത് ബാപ്പുട്ടിയിലാണ്. വീട്ടുകാരെല്ലാവരും ബാപ്പുട്ടിയായി. പിന്നെ ഫാദറിന്റെ സുഹൃത്തുക്കളൊക്കെ ബാപ്പുട്ടിയായി. നാട്ടുകാർ മുഴുവൻ ബാപ്പുട്ടിയായി. പിന്നെ ഫാദറിന്റെ രീതി വെച്ചൊക്കെ വ്യക്തിപരമായി അടുപ്പമുള്ളവരാണ്. കാരണം അദ്ദേഹത്തിന്റെ 10-60 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ ഓരോ വീട്ടിലും എല്ലാവരും പേരോർക്കും. അദ്ദേഹം ഭയങ്കര ഓർമ്മശക്തി. നമുക്കൊന്നും അതിന്റെ 10-1 പോലും മെമ്മറി കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും 1-2 പ്രാവശ്യം കണ്ടാൽ പിന്നെ അവർ ഓർത്തിരിക്കും. അപ്പോൾ അവരൊക്കെ പേര് വിളിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻറ്റിമസി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഇൻറ്റിമസി കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എന്നെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേര് നാട്ടിൽ വിളിക്കുന്ന പേരായി മാറി. അതാണ് വാസ്തവം. അങ്ങനെ മൊത്തത്തിലിപ്പോ ഒരു ബാപ്പുട്ടിയായി അല്ലേ? ഇവർക്കൊപ്പം എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ.